അവന്റെ വചനം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം. John chapter 1 verse number 4. The word gave life to everything that was created, and his life brought light to everyone. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. തിരുവചനം പറയുന്നു, വചനം ജീവൻ, നിത്യജീവൻ, സകലതിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്, ഹല്ലേലൂയ, സൃഷ്ടിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ വചനം, ജീവനായ വചനം നിത്യജീവൻ നൽകി. യോഹന്നാൻ 3-ാം അധ്യായം 15-ാം വാക്യം, 15-16 വാക്യങ്ങൾ, 3-15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, so that everyone who believes in him will have eternal life. അവനിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും, ഏവർക്കും, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നിത്യജീവൻ ഉണ്ടാകണ്ടേ. അല്ലെ, അപ്പം എന്തോ ജീവനാ കർത്താവ് തരുന്നേ. നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ജീവൻ നൽകുന്നത് നിത്യജീവനാ നൽകുന്നത്. മരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കയറുവാനായിട്ടുള്ള ക്ഷണമാണ് നമുക്ക് തരുന്നത്. അല്ലെ, ഹി ഈസ് ഇൻവൈറ്റിംഗ് us into eternal life. അതിന്റെ for God love, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ 16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ. കണ്ടീഷൻ ഇതാണ്, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവായ ദൈവം വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവായ ദൈവം എന്താണ് ചെയ്യുന്നത്? തൻ്റെ പുത്രനെ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ നിത്യജീവന്റെ വാതിൽ അവർക്ക് തുറന്നു കൊടുക്കുക. അവർക്ക് യേശുവിനെ, നമ്മൾ ഓരോരുത്തരും യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ നിത്യജീവന്റെ അവകാശികൾ. നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ആമേൻ എന്ന് പറഞ്ഞ് ഞാൻ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ് വചനം പറയുന്നേ, ഞാൻ നശിച്ചു പോകത്തില്ല. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ നശിച്ചു പോകത്തില്ല. വാ തുറന്ന് പ്രഖ്യാപിച്ചേ, ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ തീർന്നു പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നിത്യജീവൻ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഉറപ്പോടെ നിത്യജീവൻ. അപ്പൊ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, നിത്യജീവൻ. ഹല്ലേലൂയ. 2, ഹിസ് ലൈഫ് ബ്രോട്ട് ലൈറ്റ് ടു എവ്രിവൺ. വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അവൻ പ്രകാശം നൽകി. ഹല്ലേലൂയ. ജീവൻ നൽകുക മാത്രമല്ല, പക്ഷെ അവന്റെ ജീവൻ എന്ത് നൽകി? എല്ലാവർക്കും പ്രകാശം നൽകി, വെളിച്ചം നൽകി. സ്തോത്രം. യോഹന്നാൻ 1:5 പറയുന്നു, the light shines in the darkness and the darkness can never extinguish it. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളില്ല. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നത് നമുക്ക് ജീവൻ മാത്രമല്ല ലഭിക്കുന്നേ, നമുക്ക് വെളിച്ചം കൂടെ ലഭിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വരുമ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും ഇരുട്ടിൽ നടക്കണ്ട. ഇരുട്ടിന്റെ അന്ധകാരം ഇനി എന്നെ ഒതുക്കി കളയത്തില്ല. ഹല്ലേലൂയ. ഇരുട്ടുമ്പോ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ, അല്ലെ? ഇരുട്ടിനകത്ത് നമ്മൾക്ക് ഭയമുണ്ടാകും. എത്ര ഒരു വഴിയിൽ കൂടെ നടന്നു പോയതാണെന്ന് പറഞ്ഞാലും, പകല് നടന്നുപോയി അല്ലെങ്കിൽ വെളിച്ചത്തിൽ നടന്നുപോയി, അവിടെ ഇരുട്ടുണ്ടായി കഴിയുമ്പോൾ ആ ഇരുട്ടില് നമ്മൾ എത്ര നടന്ന വഴിയാണെങ്കിലും നമുക്കറിയാതെ ഭയമുണ്ടാകും. സ്തോത്രം. എന്നുവെച്ചാൽ ആ ഇരുട്ടിനകത്ത് നമ്മൾ പറയും പല കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഇരുട്ടിനകത്ത് ഒന്നും ഒളിച്ചിരിപ്പില്ലേലും ഇരുട്ടിനകത്ത് വ്യക്തതയില്ല. ഹല്ലേലൂയ. അവിടെ ഒന്നും ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല. അതാണ് എല്ലാവർക്കും ഭാവിയെ കുറിച്ച് പറയുന്ന വരെ ഭയങ്കര ഇഷ്ടം. എന്താ? ഒരു ഭാവി വിളിച്ചു പറയും. എന്നുവെച്ചാൽ എല്ലാവർക്കും ഭാവി അജ്ഞതയായി കിടക്കുന്ന, ഒന്നും അറിയില്ല, നോക്കിയാൽ ഒന്നും കാണത്തില്ല. പക്ഷെ ഭാവിയെ വിളിച്ചു പറയുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? കർത്താവിനോട് ചോദിക്കും, കർത്താവേ എൻ്റെ നാളുകളെ ഒന്ന്
വെളിപ്പെടുത്തി തരണം. ഹല്ലിയ സ്തോത്രം. ദൈവം മാത്രമേ, യേശു മാത്രമേ ഉള്ളൂ നമ്മളോട് സംസാരിച്ച് നമ്മളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെ വ്യക്തമായി പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ മറ്റ് എന്താ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്, ജാതികളൊക്കെ എന്താ ചെയ്യുന്നത്, കൈയുടെ വര നോക്കി പറയുന്ന ലക്ഷണം നോക്കി പറയുന്നവരുടെ അടുക്കൽ ചെല്ലും. പ്രശ്നം വെച്ച് സമയം നോക്കി ഓരോ കാലങ്ങളും അതുപോലെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഓരോ ലക്ഷണങ്ങളും വെച്ചും ഒക്കെ നോക്കി, സമയങ്ങൾ നോക്കിയിട്ട് ഭാവിയെക്കുറിച്ച് പറയുന്നവരുടെ അടുക്കൽ ചെല്ലും. അല്ലേ? എന്ന് വെച്ചാൽ ഭാവി അറിയാൻ വേണ്ടി. ഭാവി അജ്ഞതയുള്ളതാ, ഭാവി ഇരുട്ടിൽ കിടക്കുന്ന, അറിയത്തില്ല. അപ്പം ഏത് വിധത്തിൽ നോക്കിയാലും അജ്ഞതയില്ലാത്തതിനെ മനുഷ്യന് ഭയമാ. നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിവില്ലെങ്കിൽ നമ്മൾ വെറുതെ അതും ഇതും ഒക്കെ പറഞ്ഞ്, നമ്മൾ അറിവില്ലായ്മയൊക്കെ പറഞ്ഞ് ഭയമുണ്ടാക്കി വെക്കും. സ്തോത്രം. അപ്പം ഇരുട്ടിനകത്ത് തിരുവചനം പറയുന്നു, ഹല്ലിയ, യേശു കർത്താവ് വന്നത്, ജീവന്റെ വചനം വന്നത് നമ്മൾക്ക് വെളിച്ചം തരാൻ വേണ്ടി മാത്രമല്ല, ഈ വെളിച്ചം നമുക്ക് ഓരോരുത്തർക്കും പ്രകാശം നൽകി. പ്രകാശം ഇരുട്ടിൽ തെളിഞ്ഞു. പ്രകാശം ഇരുട്ടിൽ തെളിഞ്ഞു. ഹല്ലേലൂയ. ഇരുട്ടിന് ഒരിക്കലും അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുട്ടിൽ കിടന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിനകത്തേക്ക് ഹല്ലേലൂയ ക്രിസ്തുവായ ജീവൻ കടന്നു വന്നു, ക്രിസ്തുവായ പ്രകാശം കടന്നു വന്നു. ഇനി നാം ഒരിക്കലും ഇരുട്ടിലല്ല. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ ഒരുക്കുന്ന ജീവിതമാ. ഹല്ലേലൂയ. ഇനി ഞാൻ ഒരിക്കലും ഇരുട്ടിൽ വസിക്കത്തില്ല. ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇരുട്ടും ഇരുട്ടിന്റെ പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ, എഫെസ്യരുടെ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ പോരാട്ടം ജഡങ്ങളോടും കാണാതെ കിടക്കുന്ന ഒരു ലോകത്തില് അവിടുത്തെ ഇരുട്ടിന്റെ അന്ധകാര ശക്തികള്. അപ്പം ഇരുട്ടെന്ന് പറയുമ്പം ഭയം കൊണ്ടിരുന്നു. അവിടെ അന്ധകാര ശക്തികൾ എന്ന് വചനം പറയുന്നു. അവിടെ വാഴ്ചകളുണ്ട്, അവിടെ ശക്തിയുള്ളവരുണ്ട്. സ്തോത്രം. നമുക്കറിയാൻ മേലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അല്ലെ? നമുക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അല്ലെ? നമുക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് ഭയം ഉണ്ടായെന്നിരിക്കാം. ഹല്ലേലൂയ. അപ്പം തിരുവചനം പറയുന്നത്, നമ്മളുടെ യുദ്ധം ഈ വക ഇരുട്ടിന്റെ അന്ധകാര ശക്തികളോടാ. തിരുവചനം നമ്മളോട് പറയുന്നു, ഈ ഇരുട്ടിന്റെ അന്ധകാര ശക്തികൾ അല്ലെങ്കിൽ ഇരുട്ട് ഒരിക്കലും നമ്മളുടെ പ്രകാശത്തിനെ കെടുത്തിക്കളയത്തില്ല. ഇരുട്ട് ഒരിക്കലും നമ്മളുടെ മേൽ ഇനിയും ഭരിക്കത്തില്ല. സ്തോത്രം. ഇരുട്ടിന്റെ പ്രവൃത്തികളൊന്നും നമ്മളെ ഇനിയും തൊടത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഇരുട്ടിന് എൻ്റെ മേൽ ഇനിയും ജയമില്ല. സ്തോത്രം. ഇരുട്ടിന് എൻ്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. അവൻ കർത്തമില്ല. ഹല്ലേലൂയ. അവൻ കർത്താവിന്റെ ജീവൻ നമ്മളിൽ വന്നാൽ, കർത്താവിന്റെ വെളിച്ചം വന്നു. കർത്താവിന്റെ വെളിച്ചം നമ്മളിൽ വന്നാൽ നമ്മുടെ ജീവിതം ഇനിയും ഇരുട്ടിലല്ല, അന്ധകാരത്തിലല്ല, അറിയാൻ മേലാത്ത മേഖലയിലല്ല, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റാൾക്കും ഇനി നമ്മളുടെ മേൽ ജയം എടുക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ ഈ വചനം നമ്മളോട് പറയുന്നു, ഇരുട്ടിന് വെളിച്ചത്തിനെ ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വെളിച്ചം മറ്റെങ്ങുമല്ല, ഈ വെളിച്ചം എന്നിലും നിങ്ങളിലുമാ വസിക്കുന്നേ. ഈ വെളിച്ചം എന്നിലും നിങ്ങളിലുമാ വസിക്കുന്നേ. ഈ വെളിച്ചമായ ക്രിസ്തു നമ്മളിലാ വസിക്കുന്നേ. ഹല്ലേലൂയ. നമ്മളിൽ വസിക്കുന്നെങ്കിൽ, ക്രിസ്തു ഇരുട്ടിൽ വെളിച്ചമായി വന്ന് പ്രകാശിച്ചെങ്കിൽ, ഈ വെളിച്ചമായ ക്രിസ്തു, ജീവനായ ക്രിസ്തു എന്നിലാ വസിക്കുന്നേ. അങ്ങനെയെങ്കിൽ ഞാൻ വെളിച്ചമാ. ഹല്ലേലൂയ. ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ വെളിച്ചമാ. ഹല്ലേലൂയ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, നമുക്കും ആപ്ലിക്കബിളാ. വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആപ്ലിക്കബിളാ. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശം, ലോകത്തിന്റെ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം ക്രിസ്തു നമ്മളിൽ വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ പോകുന്ന ഇടങ്ങളില് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ കാൽപാദങ്ങൾ ചവിട്ടുന്ന മേഖലകള് അവിടെ നിന്ന് ഇരുട്ടിന്റെ അന്ധകാര ശക്തികളും മാറിപ്പോകും. ഇരുട്ടിനകത്ത് ഭയമുണ്ട്, ദാരിദ്ര്യമുണ്ട്, രോഗമുണ്ട്, നിരാശയുണ്ട്. ഇരുട്ടിനകത്ത് അജ്ഞതയുണ്ട്, വാഴ്ചകളും അധികാരങ്ങളും ഉള്ള മേഖലയാണ് ഇരുട്ട്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ രാജാക്കന്മാര് ആധിപത്യം വഹിക്കുന്നതാണ്. ഇരുട്ടിനകത്ത് ചിലപ്പം മന്ത്രവാദം കാണും, രോഗം കാണും, ക്ഷീണം കാണും, ദാരിദ്ര്യം കാണും, അവിടെ ഭയം, നിരാശ,
നെഗറ്റീവ് കാണും, ദാരിദ്ര്യം കാണും, അവിടെ ഭയം, നിരാശ, നെഗറ്റീവായിട്ടുള്ള സകലതും കാണും. പക്ഷെ ഇന്ന് വചനം എന്നോട് പറയുന്നു, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ഇരുട്ടായ ജീവിതത്തിനകത്ത് ക്രിസ്തു വന്നു. ക്രിസ്തുവിനകത്തെ ജീവനും വെളിച്ചവും എനിക്ക് പകർന്നു തന്നു. ഇന്ന് എനിക്ക് ജീവൻ മാത്രമല്ല എൻ്റെ ജീവിതത്തിനകത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിനകത്ത് അറിയാൻ മേലാത്ത മേഖല ഒന്നുമില്ല, അജ്ഞതയായ മേഖല ഒന്നുമില്ല. സ്തോത്രം. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഹല്ലേലൂയ, എൻ്റെ ഭാവി നല്ലതാ, എൻ്റെ ഭാവിയെ കുറിച്ച് എനിക്കറിയാം. അത് പ്രകാശമുള്ളതും വിശാലതയുള്ളതും അനുഗ്രഹമുള്ളതായി വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ക്രിസ്തു നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിൽ കുറവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്തവരാ. ഇവിടാണ് നമുക്ക് നമ്മുടെ ആദ്യ കാലങ്ങളിലൊക്കെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് നമ്മൾക്ക് പാപബോധം ഉണ്ടായത്. നമ്മൾ തിരിച്ചറിഞ്ഞു, അയ്യോ, ഞാൻ പാപത്തിന്റെ വഴിയാണല്ലോ ജീവിക്കുന്നത്, ഞാൻ ഈ വഴിയെ വിട്ടിനിയും ക്രിസ്തുവിന്റെ വഴിയെ കയറണം. അങ്ങനെയാണ് നമ്മളൊക്കെ മാനസാന്തരപ്പെട്ടത്. നമ്മുടെ പണ്ട് നമ്മളുടെ ആ തുടക്കം, നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള യാത്ര തുടങ്ങിയ സമയത്ത് ഇതാ സംഭവിച്ചത്. ക്രിസ്തുവിന്റെ ജീവൻ മാത്രം, ക്രിസ്തുവിന്റെ പ്രകാശം നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ഇരുട്ടിനെ വെളിപ്പെടുത്തി, നമ്മളുടെ ഇരുട്ടിനകത്തെ പാപത്തിനെയും ദോഷത്തിനെയും വെളിപ്പെടുത്തി. നമുക്കത് മനസ്സിലായി. നമ്മൾ അതിനെ ഉപേക്ഷിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഗലാത്യരുടെ ലേഖനം 2:20 പറയുന്നു, എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിക്കപ്പെട്ടു. 20 പറയുന്നു, എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തുവിനോടൊപ്പം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, പക്ഷെ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവൻ, നിത്യജീവൻ എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. നിത്യപ്രകാശം എൻ്റെ അകത്ത് വസിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നതിൻ്റെ പ്രകാശം ജീവിക്കുന്നു, ക്രിസ്തുവിന്റെ വെളിച്ചം ജീവിക്കുന്നു, ജീവൻ ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ഹല്ലേലൂയ, ഞാൻ ജീവൻ കൊടുക്കുന്ന വ്യക്തിയാ, ഞാൻ പ്രകാശം കൊടുക്കുന്ന വ്യക്തിയാ. സ്തോത്രം. ഹല്ലേലൂയ. നിരാശപ്പെട്ടിരിക്കുന്നവര് എൻ്റെ അടുത്തു നിന്ന് മാറിപ്പോകുമ്പോൾ അവര് ചിരിച്ചോണ്ട് സന്തോഷിച്ചോണ്ട്, ഇനി ഞാനല്ല ജീവിക്കുന്നേ, ക്രിസ്തു അത്രേ ജീവിക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞേ. ഞാനല്ല ജീവിക്കുന്നേ, ക്രിസ്തു അത്രേ ജീവിക്കുന്നേ. എന്ന് പറഞ്ഞാൽ ഞാനല്ല ജീവിക്കുന്നേ, വെളിച്ചം എന്നിലൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. ജീവൻ എന്നിലൂടെ ജീവിക്കുന്നു. സ്തോത്രം. എൻ്റെ അടുക്കൽ വരുന്ന വിഷയങ്ങളെല്ലാം ഇരുട്ടിൽ നിന്ന് പ്രകാശമായി പോകും. ഹല്ലേലൂയ. എൻ്റെ അടുക്കലേക്ക് വരുന്ന വ്യക്തികളും വിഷയങ്ങളും എല്ലാം അത് ജീവൻ പ്രാപിച്ചു പോകും. ഹല്ലേലൂയ. ഗലാത്യരുടെ 2:20 അത് പറഞ്ഞ്. 2 കൊരിന്ത്യരുടെ ലേഖനം 4:6 പറയുന്നു, for God who said let there be light in the darkness has made this light shine in our hearts so we could know the glory of God that is seen in the face of Jesus Christ. കണ്ടോ, ഇരുട്ടിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞവൻ എന്ത് ചെയ്തു? ഈ പ്രകാശം നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്തുനിന്ന് തിളങ്ങാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഈ പ്രകാശമായ ക്രിസ്തുവിനെ നമ്മളിലേക്ക് നൽകിയിട്ട് ഇതെവിടെ തിളങ്ങാൻ തുടങ്ങിയത്? നമ്മുടെ ഹൃദയത്തിനകത്ത്. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മള് ഹല്ലേലൂയ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞ് ആയിരിക്കും സ്നേഹിക്കാൻ പഠിച്ചത്, നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചത്. ക്രിസ്തു ഒരുവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, മക്കളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, ഭർത്താവിനെയോ അച്ഛനെയോ അമ്മയോ കൂടപ്പിറപ്പുകളെയോ മറ്റുള്ളവരോടൊക്കെ. ഒരുപാട് ആൾക്കാർ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നു, അല്ലെ? സോഷ്യൽ സങ്കടത്തിനകത്ത് ഇടപെടുന്നു, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്ത് ഇടപെടുന്നു, അവരുടെ വിശപ്പിനകത്ത് ഇടപെടുന്നു. എന്താ? ക്രിസ്തു വിട്ടുകൊടുക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കേ, നമ്മളുടെ അകത്ത് ഇങ്ങനെ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞ് ഇങ്ങനെ പ്രോഗ്രസ് ഉണ്ടായില്ല എങ്കിൽ നമ്മളുടെ അകത്ത് ക്രിസ്തുവിന്റെ വെളിച്ചവുമില്ല, സ്നേഹവുമില്ല, ജീവനുമില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞ് കൂടുതൽ സ്വാർത്ഥതയുണ്ടായി, എനിക്കെങ്ങനെയും ഞാനും എൻ്റെ കുടുംബവും മാത്രം രക്ഷപ്പെട്ടാൽ മതി, മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യാൻ, അവരുടെ ഗതികേട്, അവരവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ നമ്മളുടെ ജീവിതമെങ്കില് എവിടോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവനെ സ്നേഹിക്കുന്നത് ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞ, ഹല്ലേലൂയ, നമ്മുടെ കുടുംബ ജീവിതങ്ങള്, ഹല്ലേലൂയ, ചിലപ്പം ഭാര്യയോ ഭർത്താവോ വഴക്കിടുന്നവരോ
ശാഠ്യമുള്ള ദുർസ്വഭാവമോ ഉള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നിട്ടും അവരെ ക്ഷമിക്കാനും അവർക്ക് വിട്ടുകൊടുക്കാനും സാധിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം, കർത്താവേ, എൻ്റെ ഉള്ളിൽ വന്ന ഈ ക്രിസ്തുവിന്റെ സ്നേഹം ഒരിക്കലും എന്നിൽ നിന്ന് വറ്റിപ്പോകല്ലേ. ഹല്ലേലൂയ. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് വറ്റിപ്പോയാൽ കുടുംബങ്ങൾ തകർന്നു പോകും, അല്ലെ? കുഞ്ഞുങ്ങളും നമ്മുടെ സ്വന്തം ബന്ധമൊന്നും അവിടെ പരിഗണിക്കത്തില്ല. മറ്റൊരു വ്യക്തിയെ നമുക്ക് പരിഗണിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം 2 കൊരിന്ത്യർ 4:6 പറയുന്നു, ഈ വെളിച്ചം എവിടെ വന്നത്? നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് പ്രകാശിച്ചു. എന്തിനാ നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് പ്രകാശിച്ച്? വചനം പറയുന്നു, നമ്മുടെ ഉള്ളറകൾക്കകത്ത് ഈ വെളിച്ചം പ്രകാശിച്ചാൽ മാത്രമേ, ഹല്ലേലൂയ, നമ്മൾക്ക് സ്തോത്രം, എന്ത് അറിയാൻ സാധിക്കത്തുള്ളൂ? ദൈവത്തിന്റെ മഹത്വം അറിയാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിന്റെ ജീവനും വെളിച്ചവും നമ്മളുടെ അകത്തുണ്ട് എന്ന് പറഞ്ഞ, ക്രിസ്തുവിന്റെ ജീവനും വെളിച്ചവും എൻ്റെ അകത്തുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തില് വെളിച്ചം നൽകി. ഹല്ലേലൂയ. ഇനി നമ്മളുടെ മേൽ ഇരുട്ടിന് ആധിപത്യമില്ല, ഇരുട്ട് നമ്മളെ നശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നടക്കണ്ട. സ്തോത്രം. എൻ്റെ ജീവിതം ഓരോ ദിവസം ചെല്ലുന്തോറും പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വചനം വിളിച്ചു പറയണം, എൻ്റെ ജീവിതം പ്രകാശിച്ചുകൊണ്ടിരിക്കും. എന്തിനാ ഈ 2 കൊരിന്ത്യരുടെ 4:6 പറയുന്നു, നമ്മൾക്ക് ക്രിസ്തുവിന്റെ മുഖത്തുള്ള ആ ദൈവപ്രസാദം, ദൈവപ്രകാശം, ദൈവമഹത്വം ഇതിനെക്കുറിച്ചൊന്ന് അറിയുവാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും ദൈവമഹത്വത്തിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ശരിക്കും അങ്ങനെ തന്നെ ധ്യാനിക്കണം. ശരിക്കും അങ്ങനെ തന്നെ ധ്യാനിക്കണം. ക്രിസ്തുവിന്റെ മുഖത്തുള്ള ആ ദൈവ തേജസ്, ദൈവമഹത്വം ഇതെന്നിലേക്ക് പകരപ്പെടട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. ഹല്ലേലൂയ. തിരുവചനം അവിടെ പറയുന്നു, ഈ ദൈവമഹത്വം നമ്മൾ അറിയുവാൻ വേണ്ടിയ ക്രിസ്തുവിന്റെ പ്രകാശം, ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ഇത് എന്നിലാ വസിക്കുന്നത് എന്ന് പറഞ്ഞ്, എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്, എൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, എൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ട്. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞ്, എൻ്റെ ജീവിതം പ്രകാശിക്കപ്പെടും. ഹല്ലേലൂയ. എൻ്റെ ചുറ്റിനുമുള്ളവരുടെ ജീവിതം പ്രകാശിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വസിക്കുന്ന വീട്ടിനകത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഇരുട്ടിന്റെ പ്രവൃത്തികൾക്കകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ വിളിച്ചു പറയണം, ഞാൻ പ്രകാശമാ, അതുകൊണ്ട് എൻ്റെ വീട് ഒരു പ്രകാശിക്കപ്പെട്ട വീടാണ്. എൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ഒരു വ്യക്തി മതി നമ്മുടെ ഭവനങ്ങൾക്കകത്ത് പ്രകാശം വ്യാപരിക്കാൻ. സമയമെടുത്തേക്കാം, പക്ഷെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇരുട്ടിന്റെ പ്രവൃത്തികള് അഴിഞ്ഞു പോകും, ഇരുട്ടിന്റെ ആ ബന്ധനങ്ങള് അഴിഞ്ഞു മാറും. ഇരുട്ട് വാഴത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞേ എൻ്റെ ഭവനത്തിനകത്ത് ഇരുട്ടിന്റെ പ്രവൃത്തികളും വാഴത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ പ്രകാശമാ, എൻ്റെ അകത്ത് ജീവനുണ്ട്, എൻ്റെ അകത്ത് പ്രകാശമുണ്ട്. ആരുടെ? ക്രിസ്തുവിന്റെ ജീവനുണ്ട്, ക്രിസ്തുവിന്റെ പ്രകാശമുണ്ട്. തിരുവചനം പറയുന്ന, ഇരുട്ടിന് ഈ പ്രകാശത്തിന്റെ മേൽ വാഴാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ വീടുകൾക്കകത്ത് എവിടെങ്കിലും ഇരുട്ടിന്റെയോ ബന്ധിക്കപ്പെട്ട അവസ്ഥകളുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെ അല്ല ജയിക്കാൻ പോകുന്നേ. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൽ, ഹല്ലേലൂയ, അവരുടെ മേൽ ജയിക്കുക തന്നെ ചെയ്യും. ആ ബന്ധനം അഴിഞ്ഞു മാറും, ആ ഇരുട്ടിന്റെ ശക്തി വിട്ടോടിപ്പോകും. ഹല്ലേലൂയ. വീടൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മേഖലയായി തീരും. സ്തോത്രം. ക്രിസ്തുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞ്, എന്നിലൂടെ ക്രിസ്തുവിന്റെ ജീവൻ, എന്നിലൂടെ ക്രിസ്തുവിന്റെ പ്രകാശം, ഹല്ലേലൂയ, മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കൊളോസ്യരുടെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം, to know that the riches and glory of Christ are for you Gentiles too, and this is the secret. ഇതാ നമ്മൾ ശ്രദ്ധിക്കുന്നത്, Christ lives in you. കൊളോസ്യർ 1:27 പറയുവാണ്, ഇതാണ് മർമ്മം, ഇതാണ് രഹസ്യം, ക്രിസ്തു നിങ്ങളിൽ
വസിക്കുന്നു. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന മഹത്വത്തിനെ കുറിച്ച് ഉറപ്പുണ്ട്. സ്തോത്രം. എന്നിട്ട് ജാതികളായ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മഹത്വങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. 1:27. അവരുടെ ജാതികളുടെ ഇടയിൽ ഈ രഹസ്യത്തിന്റെ മഹിമാധനം എന്തെന്ന് അപ്പൊ ഈ രഹസ്യത്തിനകത്ത് മഹിമാധനമുണ്ട്. ഹല്യ മഹത്വത്തിന്റെ ധനമുണ്ട്. ഹല്യ ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള രഹസ്യത്തിനകത്ത് എന്തുണ്ട്? സകല മഹത്വമുണ്ട്. ദൈവത്തിന്റെ സകല ധനവും. മഹത്വത്തിന്റെ ധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കുറവുകളും നികത്തുന്ന മേഖലയത്. ക്രിസ്തുവിനെ അറിയുമ്പോൾ, ആ തേജസ് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഹല്യ ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ, ഹല്യ നമുക്ക് ഒന്നിനും മുട്ടുണ്ടാവത്തില്ല, ഒന്നിനും കുറവുണ്ടാവത്തില്ല. ഈ മഹത്വത്തിന്റെ ധനത്തിനെ തിരിച്ചറിഞ്ഞ ദാവീദ് പറഞ്ഞു, ദൈവം എൻ്റെ കർത്താവിന്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവത്തില്ല. ഈ മഹത്വത്തിന്റെ ധനത്തിനെ തിരിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ദൈവമോ നിങ്ങൾ എൻ്റെ ആവശ്യം നടത്തി തന്നതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളും ഹല്ലേലൂയ അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ചെയ്തു തരും എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ വെളിച്ചം, ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വന്നാൽ ഒരു വറ്റാത്ത ഉറവ നമുക്ക് തുറന്നു തരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കാറും ലോറിയും വീടുവെന്നല്ല. സ്തോത്രം. നമ്മളുടെ ഏത് ആവശ്യത്തിനകത്തും അവന്റെ മഹത്വത്തിന്റെ ധനത്തിനനുസരിച്ച് ചെയ്തു തരും. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യണം. നിങ്ങളുടെയും എന്റെയും ഒക്കെ അപ്പന്മാരോട് ചെന്ന് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ, ഹല്ലേലൂയ, അവർക്ക് പറ്റുന്ന കഴിവിനനുസരിച്ച് അവര് ചെയ്തു തരുന്നേ. പക്ഷെ സ്വർഗത്തിലെ അപ്പ നമ്മുടെ അപ്പനായാൽ, സ്വർഗത്തിലെ ദൈവവുമായിട്ട് നമ്മൾ ബന്ധത്തിൽ കേറിയാൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിനോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ, എൻ്റെ ദൈവത്തിനോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനനുസരിച്ച് ചെയ്തു തരുന്നേ. തൻ്റെ മഹത്വം, തൻ്റെ ഗ്ലോറി അനുസരിച്ച് ചെയ്തു തരുന്നേ. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളും നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല അതിന്റെ മറുപടി കിട്ടുന്നത്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മറുപടി കിട്ടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, ഹല്ലേലൂയ, ഈ സ്റ്റാൻഡേർഡ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ മഹത്വം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മാറും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടിയുടെ ക്വാളിറ്റി മാറും. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഉത്തരമരുളുന്നതിന്റെ ക്വാളിറ്റി മാറും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിതം പിന്നെ ഒരിക്കലും ഇരുട്ടിലിരിക്കത്തില്ല. എന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ ജീവിതം പ്രകാശിക്കും, എൻ്റെ ജീവിതം മഹത്വമുള്ളത്, എൻ്റെ ജീവിതത്തിന്റെ മഹത്വവും പ്രകാശവും കണ്ടിട്ട് അനേകര് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു അടയാളമാ, ക്രിസ്തു എന്നിൽ വസിക്കുന്നതിന്റെ അടയാളമാ. എൻ്റെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ പറയാൻ ഇടയാകല്, അയ്യോ ഇവരുടെ ജീവിതം കണ്ടിട്ട് ആര് ക്രിസ്തുവിന്റെ പിന്നാലെ പോകും. നമ്മുടെ ജീവിതത്തിനകത്തെ സന്തോഷം, സമാധാനം, ഐശ്വര്യം, ഉയർച്ച, നന്മ ഇത് കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, ഓ ഞങ്ങൾക്കും ഈ ക്രിസ്തുവിനെ വേണം. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ ദൈവമല്ല എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. നഗ്നതയുടെ ദൈവമല്ല എൻ്റെ ദൈവം. ബഹുസമ്പന്നന എൻ്റെ ദൈവം മഹത്വത്തിൽ വാഴുന്ന കർത്താവ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിനകത്ത് കർത്താവ് വരുമ്പം കർത്താവിന്റെ സ്റ്റാൻഡേർഡ് പോലെ നമ്മുടെ ജീവിതത്തിനെ ആക്കിത്തരും. നിരാശ കഴിയാത്ത വേദനകളും വിഷമങ്ങളും കാണും, പക്ഷെ ലോകം കാണുന്നത് മഹത്വം മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. അല്ലെ, നമ്മുടെ ജീവിതം ഒരു ന്യൂസ് പേപ്പറാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുന്നേ. അല്ലെന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് വാഴത്തില്ല, എൻ്റെ ജീവിതത്തിൽ മരണം വാഴത്തില്ല, ദാരിദ്ര്യം വാഴത്തില്ല, ദുഃഖം പ്രയാസങ്ങളല്ല എൻ്റെ ജീവിതത്തിൽ വാഴുന്നേ. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ പ്രകാശം. ഹല്ലേലൂയ. കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. 360 ഡിഗ്രീസ് മാറുന്നത് പോലെ ജീവിതങ്ങളെ മാറ്റിമറിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. വചനം പറയുന്നു, ഇരുട്ടിലിരുന്നവര് പ്രകാശം കണ്ടു.
പ്രകാശം കണ്ടു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഭയവും നിരാശയും മാറി അവരുടെ ജീവിതം പ്രകാശമുള്ളതായി. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് സന്തോഷമുണ്ടാവട്ടെ. നീ വചനം കേൾക്കുന്ന ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നപ്പ ഹൃദയത്തിനകത്ത് ഭാരങ്ങളോടെ ഇരിക്കുന്നവരുടെ ജീവിതങ്ങൾക്കകത്ത് ഹൃദയം പ്രകാശിക്കട്ടെ, ആനന്ദം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, പുറത്ത് ബാക്ക് പെയിൻ, അത് മേലില് ഹല്ലേലൂയ പുറത്തെ വേദന കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പെടലി കുനിക്കാൻ വയ്യാത്ത വണ്ണം വേദന യേശുവിന്റെ നാമത്തില് മാറിപ്പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, നിരാശകളുടെ മേലങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നതിനായി നന്ദി. ഇനി ഇരുട്ടിൽ മരണം വാഴത്തില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ.